അല്ല അങ്ങനെയില്ല, എന്നാലും കൊള്ളാം. രണ്ടും അടിപൊളിയാണ്. ഇത് കുറച്ചുകൂടെ എന്റർടൈനറാണിത്, കുറച്ചുകൂടെ നല്ല മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ബ്ലാസ്റ്റർ കണ്ടില്ലേ, അതുപോലെയൊക്കെ തന്നെ പെൺകുട്ടികൾ എന്തായാലും ഇത് പഠിച്ചിരിക്കണം. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഒരു ഫാമിലി മൂവി ആയിട്ടാണ് ഗാട്ടാഗുസ്തി വന്നത്. ഐശ്വര്യലക്ഷ്മി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, വിഷ്ണു വിശാൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഡയറക്ഷൻ അടിപൊളിയാണ്. രമേഷ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ രമേഷിൻ്റെ ഒരു എൻട്രി ഉണ്ട്, നല്ലതാണ്. പിന്നെ എൻ്റർടൈനർ, ഫാമിലി മൂവി, ആക്ഷന്, കോമഡി എല്ലാത്തൊന്നുമില്ല, അടിപൊളി മൂവി കേട്ടോ. എനിക്ക് ഫസ്റ്റും സെക്കൻഡും ഒരുപോലെ അത്ര അടിപൊളിയായിട്ടുണ്ട്. രണ്ടും ഒന്നിനൊന്നിന് വെച്ചോ അത്ര ഒന്ന് പറയാം. അടിപൊളി പടം കേട്ടോ, എല്ലാം നന്നായിട്ട്. ഐശ്വര്യലക്ഷ്മി അടിപൊളി, വിഷ്ണു വിശാല്, എല്ലാവരും. ഒരു രമ്യകൃഷ്ണൻ്റെ റോളുണ്ട്, അടിപൊളി. അപ്പോൾ എടുത്തു പറയേണ്ട, അതിനകത്ത് ഒരു കൊച്ച അഭിനയിക്കുന്നത് ഫുൾ റോളാണ്, അടിപൊളിയായിട്ടാണ് കൊച്ചി ചെയ്തിരിക്കുന്നത്. ഐശ്വര്യ നന്നായി, വളരെ നന്നായിട്ട് പടം. ഫസ്റ്റിനേക്കാളും നന്നായിരിക്കും, കുറച്ചും കൂടി സെക്കൻഡാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ഇത്തിരി ബോറാണ്, അത് കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട്. ഫൈറ്റ് ഉഗ്രൻ വളരെ നന്നായിട്ട് പടം, നന്നായിട്ട്. ആദ്യത്തെ പടം ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന കഥയാണ്, ഇത് ടൗണിൽ നടക്കുന്ന കഥയാണ്. ആ വ്യത്യാസങ്ങളുണ്ട്, എന്നാലും പടം നന്നായിട്ടുണ്ട്, കണ്ടിരിക്കാം. ഫൈറ്റ് ഉഗ്രൻ, എന്നാൽ ഫാമിലി ഉണ്ട്, ഫാമിലി കഥയാണ്, കുടുംബ കഥ. കുട്ടിയുടെ പെർഫോമൻസ് ഉഗ്രനായിട്ട്, അതിന് പേരെന്താ അറിയില്ല, അസലായിട്ടാണ് കുട്ടി. ഗാട്ടാഗുസ്തി 2 ഞാൻ കണ്ടു, പക്ഷെ 1 കണ്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഇന്ന് തന്നെ പോയി 1 കാണാൻ പോവാണ്. ബിക്കോസ് അടിപൊളി പടം, എനിക്കിഷ്ടമായി. പിന്നെ ഫുൾ എൻഗേജിങ് ആണ്. അതിലെ കുട്ടി ഭയങ്കര ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഐശ്വര്യലക്ഷ്മി. നമ്മുടെ ഇവിടെ മലയാള സിനിമയിൽ ഐശ്വര്യനെ ഇത്ര ക്യൂട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പോയി, കാരണം അടിപൊളിയാണ്. ഇതിൽ ബ്ലാസ്റ്റിന് ശേഷം നല്ലൊരു ചിത്രം മലയാളത്തിന് കിട്ടിയിട്ടുണ്ട്. കാരണം മലയാളക്കാർ തമിഴ് സിനിമ എല്ലാം സ്വീകരിക്കുന്നതാണ്. ഇതിൽ നല്ലൊരു ഫാമിലി മെസ്സേജ് ഉണ്ട്, ഒരുപാട് മെസ്സേജുകളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ ഈ വിവാഹമോചനത്തിൻ്റെ ഇതും പിന്നെ കൂടാതെ ഇതിൻ്റെ ക്ലൈമാക്സിനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ സെറ എന്ന കുട്ടിയില്ലേ, ആ കുട്ടിയാണ് ഈ പടം കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ വിഷ്ണു വെച്ചാൽ എല്ലാവരും നല്ല സൂപ്പർ എൻ്റർടൈനർ, ഫാമിലി ആയിട്ട് കാണേണ്ട പടമാണ്. അതായത് ഇതിൻ്റെ ഡയറക്ഷൻ ഒരു ബോറടി ഇല്ലാതെ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മി സൂപ്പറായിട്ടുണ്ട്. ഒരു കൊച്ചു പെൺകൊച്ചുണ്ട്, അവൾ ബേബിശാലിനിക്ക് പകരം ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. അടിയൊക്കെ എങ്ങനെയുണ്ട്? ഫൈറ്റൊക്കെ നന്നായിട്ടുണ്ട്, കാരണം